നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നടക്കുന്ന പ്രതിഷേധം, ആക്രമണം, ഈ വിഷയങ്ങളെല്ലാം വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാം സഹിക്കുന്ന ആളാണെന്നും ഈ ആക്രമണങ്ങളെക്കുറിച്ച് തന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണത്തോട് പ്രതികരിച്ച് ഗവർണർ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം നിർണായകമായ ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. SFI തനിക്കെതിരെ നടത്തിയത് പ്രതിഷേധമല്ല, ആക്രമണമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് ഗവർണർ. അക്രമം ജനാധിപത്യ വിരുദ്ധമെന്നും ഗവർണർ തുറന്നടിച്ചു. തനിക്കെതിരെ നടന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച് കേന്ദ്രത്തിന് വിവരമുണ്ട്. പ്രധാനമന്ത്രിയെ ഈ കാര്യം താൻ അറിയിച്ചിട്ടില്ല, എന്നാൽ രാഷ്ട്രപതിയെ താൻ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നും ഗവർണർ പ്രതികരിച്ചു. എന്തായാലും ഈ ഒരു ആക്രമണങ്ങളെക്കുറിച്ച് താൻ പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടില്ല എന്നാണ് ഗവർണർ ഇപ്പോൾ പറയുന്നത്. SFIക്കെതിരെ വീണ്ടും അദ്ദേഹം വിമർശനം നടത്തിയിരിക്കുകയാണ്. അതേസമയം ഗവർണറെ വഴിതടയുന്ന ഇടതുപക്ഷത്തിനെതിരെ തുറന്നടിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഗവർണറെ വഴിതടയുന്ന ഇടതുപക്ഷത്തിന്റെ നടപടി നിന്ദ്യമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം. ശത്രു രാജ്യങ്ങൾ പോലും നയതന്ത്ര പ്രതിനിധികൾക്ക് സുരക്ഷ നൽകും. ഭരണഘടനാ പദവിയിലിരിക്കുന്നവരെ ബഹുമാനിക്കാൻ സംസ്ഥാനങ്ങളുടെ ബാധ്യതയാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചിരുന്നു. അവഹേളനത്തെക്കുറിച്ച് ഇതുവരെ ഗവർണർ സൂചിപ്പിച്ചിട്ടില്ല. ആരിഫ് എല്ലാം സഹിക്കുന്നയാളാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്ഭവന് കിട്ടേണ്ടുന്ന പണം പോലും സംസ്ഥാന സർക്കാർ പിടിച്ചുവയ്ക്കുന്നു എന്ന ഒരു ആരോപണം കൂടി പ്രധാനമന്ത്രി ഉന്നയിക്കുകയുണ്ടായി. നാളെ അരിശമൂത്ത് രാജ്ഭവനിൽ വൈദ്യുതി വിച്ഛേദിച്ചാൽ എന്താകും അവസ്ഥ എന്നൊരു ചോദ്യവും മുന്നോട്ട് വച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി. തമിഴ്നാട്ടിലെ ഗവർണറുടെ വസതിക്ക് മുന്നിൽ പെട്രോൾ പമ്പ് ആക്രമണം ഉണ്ടായതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതൊന്നും സംസ്ഥാന സർക്കാരുകൾക്ക് ഭൂഷണമായ കാര്യങ്ങളല്ല എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം. അതേസമയം ഈ സംസ്ഥാനം കുറച്ച് നാളുകളായി കണ്ട വലിയ സമരം, പ്രതിഷേധം ഒക്കെയായിരുന്നു SFI ഗവർണർ പോരാട്ടം, ഗവർണർ സർക്കാർ പോരാട്ടം. അതിൽ ഏറ്റവും രൂക്ഷമായി നാം ചർച്ച ചെയ്തതും കണ്ടതും SFI ഗവർണർ പോരാട്ടം തന്നെയായിരുന്നു. SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തെ തുടർന്ന് ഗവർണർ 2 മണിക്കൂർ റോഡിലിരുന്ന് പ്രതിഷേധിച്ച സംഭവമൊക്കെ ദേശീയ ശ്രദ്ധ നേടിയതാണ്. കൊട്ടാരക്കര സദാനന്ദപുരത്തായിരുന്നു സ്വകാര്യ പരിപാടിയിലേക്ക് പോകുന്നതിനിടെ ഇത്തരത്തിലൊരു സംഭവ വികാസങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ജില്ലാ അതിർത്തിയായ നിലമേലിൽ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. കറുത്ത ബാനറും ഗോ ബാക്ക് വിളികളുമായി SFIക്കാർ ഇവിടെ തമ്പടിക്കുകയായിരുന്നു. പോലീസിന്റെ നിയന്ത്രണം വിട്ടതോടെ സമരക്കാർ ഗവർണറെ കാറിന്റെ മുൻഭാഗത്ത് അടിച്ചു. ഇതോടെ വാഹനം നിർത്തി ഗവർണർ പുറത്തിറങ്ങി. പോലീസിനെ ശകാരിച്ച ഗവർണർ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ റോഡിൽ നിൽക്കുകയും സമീപത്തെ കടയിൽ കയറി വെള്ളം കുടിച്ച ശേഷം റോഡരികിൽ കടക്കാരൻ ഇട്ടുകൊടുത്ത കസേരയിൽ ഇരിപ്പുറപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസിന് നേരെ തിരിഞ്ഞ ഗവർണർ നടപടി ഉണ്ടാകാതെ പിന്മാറില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇതിനിടെ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് പരാതിപ്പെട്ട ഗവർണർ പ്രധാനമന്ത്രിയെ വിളിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. അനുനയിപ്പിക്കാൻ ഫോണിൽ വിളിച്ച DGPയോടും അദ്ദേഹം ദേഷ്യത്തിൽ സംസാരിച്ചു. പ്രതിഷേധിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ചതായി വ്യക്തമാകുന്ന FIR കാണാതെ പിന്മാറില്ല എന്നായിരുന്നു ഗവർണർ പറഞ്ഞത്. പ്രതിഷേധക്കാരുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ DGP നിർദ്ദേശം നൽകി. 12-ലധികം പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസും വ്യക്തമാക്കി. എന്നാൽ FIR ആവശ്യപ്പെട്ട് ഗവർണർ പ്രതിഷേധം തുടർന്നു. ഒടുവിൽ അറസ്റ്റിലായ 12 പേർക്കും കണ്ടാൽ അറിയാവുന്ന 5 പേർക്കുമെതിരെ നടപടി സ്വീകരിച്ചതിന്റെ FIR കണ്ട് ബോധ്യപ്പെട്ട ശേഷമായിരുന്നു ഗവർണർ കൊട്ടാരക്കരയിലെ പരിപാടി സ്ഥലത്തേക്ക് പോകാൻ തയ്യാറായത്. രാവിലെ 10:45 തുടങ്ങിയ നാടകീയ രംഗങ്ങൾ ഉച്ചയ്ക്ക് 12:40 അവസാനിച്ചത്. ഇത്തരത്തിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? ഈ ഗവർണറുടെ SFI പോരാട്ടം, കരിങ്കൊടി കാണിക്കുന്നു, ഗവർണർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ SFIക്കെതിരെ പ്രതിഷേധം, അതുപോലെ തന്നെ അവർക്കെതിരെ പൊട്ടിത്തെറിക്കുന്നു. SFI വീണ്ടും ഗവർണർക്കെതിരെ പ്രതിഷേധം നടത്തുന്നു. ഈ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ വിഷയങ്ങളെല്ലാം ക്രോഡീകരിച്ചാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് അനുകൂലമായ ഒരു പ്രതികരണം നടത്തിയത്. അതിന് മറുപടിയുമായിട്ടാണ് ഇപ്പോൾ ഗവർണറും രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.